നമസ്കാരം. ന്യൂസ് ഓൺ മിഡിൽ ഈസ്റ്റിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകളിലാദ്യം. സൈന്യത്തിന്റെ തടങ്കലിലുള്ള ഈജിപ്ത് പ്രസിഡന്റ് മുഹമ്മദ് മുർസിയെ യൂറോപ്യൻ വിദേശകാര്യ മേധാവി കാതറിൻ ആഷ്ടൺ സന്ദർശിച്ചു. ഒത്തുതീർപ്പ് ചർച്ചകളിൽ മുർസിയെ പങ്കെടുപ്പിക്കില്ലെന്ന് മുഹമ്മദ് അൽ ബറാദി. ഈജിപ്തിൽ വിദേശ ഇടപെടൽ അനുവദിക്കില്ലെന്ന് പ്രഖ്യാപിച്ച് കൈറോയിൽ മുർസി അനുകൂല വനിതകളുടെ പ്രകടനം. ഇസ്രായേൽ ഫലസ്തീൻ സമാധാന ചർച്ചകൾക്ക് തുടക്കമായി. 9 മാസത്തിനകം സമാധാന കരാറിലെത്താമെന്ന് ധാരണയായതായി US വിദേശകാര്യ സെക്രട്ടറി ജോൺ കെറി. ഇരു കക്ഷികളും വിട്ടുവീഴ്ച ചെയ്യേണ്ടി വരുമെന്നും ജോൺ കെറി. തുനീഷ്യയിൽ ഈ വർഷം പൊതുതെരഞ്ഞെടുപ്പ് നടത്തുമെന്ന് പ്രധാനമന്ത്രി അലി അൽ ഉറയ്യിദ്. തെരഞ്ഞെടുപ്പ് ബു അസീസി ആത്മാഹൂതി ചെയ്ത ഡിസംബർ 17-ന് ആയുധധാരി നടത്തിയ വെടിവയ്പിൽ തുനീഷ്യയിൽ 8 സൈനികർ കൊല്ലപ്പെട്ടു. ഹറമിൽ അനധികൃത തീർത്ഥാടകരെ തടയാൻ ഇനി ഗേറ്റ് സംവിധാനം. വാഹനങ്ങൾക്ക് ഇലക്ട്രോണിക് ചിപ്പുകളും തീർത്ഥാടകർക്ക് സ്മാർട്ട് കൈവളകളും. ഈജിപ്തിൽ സൈന്യത്തിന്റെ തടങ്കലിലുള്ള മുൻ പ്രസിഡന്റ് മുഹമ്മദ് മുർസിയെ യൂറോപ്യൻ യൂണിയൻ പ്രതിനിധി കാതറിൻ ആഷ്ടൺ സന്ദർശിച്ചു. മുർസി ആരോഗ്യവാനാണെന്ന് ആഷ്ടൺ അറിയിച്ചു. സൈനിക അട്ടിമറിയിലൂടെ പ്രസിഡന്റ് പദത്തിൽ നിന്നും പുറത്താക്കപ്പെട്ട ശേഷം ആദ്യമായാണ് പുറത്തുനിന്നൊരാൾ മുർസിയെ കാണുന്നത്. സൈനിക തടങ്കലിലുള്ള മുർസിയുമായി 2 മണിക്കൂർ നീണ്ടുനിന്ന കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മാധ്യമപ്രവർത്തകരെ കണ്ട ആഷ്ടൺ മുർസി സുഖമായിരിക്കുന്നതായി അറിയിച്ചു. വാർത്താമാധ്യമങ്ങൾ ലഭിക്കുന്നതിനാൽ രാജ്യത്തെ നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളെക്കുറിച്ച് ബോധവാനാണ്. എന്നാൽ മുർസിയുമായുള്ള സംഭാഷണത്തിന്റെ വിശദാംശങ്ങൾ വ്യക്തമാക്കാൻ ആഷ്ടൺ തയ്യാറായില്ല. മുർസി അനുകൂലികളും സൈനിക സർക്കാരും തമ്മിൽ സംഘർഷം തുടരുന്ന പശ്ചാത്തലത്തിലാണ് യൂറോപ്യൻ യൂണിയനിലെ വിദേശകാര്യ ചുമതലയുള്ള കാതറിൻ ആഷ്ടൺ ഈജിപ്തിലെത്തുന്നത്. ആഷ്ടൺ ഇന്നലെ സർക്കാർ പ്രതിനിധികളുമായും മുർസി പക്ഷത്തെ പ്രമുഖരുമായും കൂടിക്കാഴ്ച നടത്തിയിരുന്നു. എന്നാൽ പ്രശ്നപരിഹാരത്തിന് യാതൊരു നിർദ്ദേശവും അവർ മുന്നോട്ട് വെച്ചില്ലെന്നാണ് റിപ്പോർട്ട്. അതേസമയം സൈന്യത്തിന്റെ ഭീഷണി വകവയ്ക്കാതെ മുർസി അനുകൂലികൾ കൈറോയിലെ നാഷണൽ ഡിഫൻസ് ആസ്ഥാനത്തേക്ക് പ്രകടനം നടത്തി. പ്രതിഷേധക്കാർക്ക് നേരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് സൈന്യം ആവർത്തിച്ചു. ന്യൂസ് ഡെസ്ക് മീഡിയ 1. യൂറോപ്യൻ യൂണിയൻ വിദേശകാര്യ മേധാവി കാതറിൻ ആഷ്ടണിന്റെ മധ്യസ്ഥ ശ്രമങ്ങൾക്കെതിരെ ഈജിപ്തിൽ മുർസി അനുകൂല വനിതകളുടെ പ്രകടനം. അട്ടിമറിയെ തുടർന്ന് തടവിലായ ശേഷം ആദ്യമായാണ് സൈനിക ഭരണകൂടം മുർസിയെ സന്ദർശിക്കാൻ ഒരാളെ അനുവദിച്ചത്. എന്നാൽ വിഷയത്തിൽ വിദേശ ഇടപെടലുകളെ തള്ളിക്കളഞ്ഞ മുർസി അനുകൂലികൾ പ്രസിഡന്റിന്റെ മോചനവും ജനാധിപത്യ പുനഃസ്ഥാപനവും ഈജിപ്തിലെ ജനങ്ങൾ തന്നെ ഇക്കാര്യം നിർവഹിക്കുമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് പ്രകടനം നടത്തിയത്. മുർസിയെ സന്ദർശിച്ച ശേഷം കാതറിൻ ആഷ്ടൺ സൈന്യം നിയോഗിച്ച വൈസ് പ്രസിഡന്റ് മുഹമ്മദ് അൽ ബറാദിയുമായി കൂടിക്കാഴ്ച നടത്തി. എല്ലാ കക്ഷികളെയും ഉൾപ്പെടുത്തിയുള്ള സമാധാന ചർച്ചകൾ മാത്രമേ ഈജിപ്തിൽ ഫലം ചെയ്യുകയുള്ളൂ എന്ന് അൽ ബറാദിയുമായി ചേർന്നുള്ള വാർത്താ സമ്മേളനത്തിൽ അവർ പറഞ്ഞു. എന്നാൽ ഭാവി ചർച്ചകളിൽ മുർസിയും പങ്കാളിയാവുമോ എന്ന ചോദ്യത്തിന് ഇല്ല എന്നായിരുന്നു അൽ ബറാദിയുടെ മറുപടി. والتحدي الحقيقي يظل هو إيجاد طريق للتواصل بين كافة الأطراف وإيجاد طريق واحد يمكن أن يمشي فيه كافة الأطراف ويتفقوا عليه. This is what leadership is about, and this is what, in a sense, the challenge is for all of those who are privileged to play a leadership role in any aspect of political life in this country. ഫലസ്തീൻ ഇസ്രായേൽ സമാധാന ചർച്ചകൾക്ക് അമേരിക്കയിൽ തുടക്കമായി. ചർച്ചയ്ക്ക് മാധ്യസ്ഥം വഹിക്കുന്ന അമേരിക്കയുടെ വിദേശകാര്യ സെക്രട്ടറി ജോൺ കെറി ഒരുക്കിയ ഇഫ്താർ വിരുന്നോട് കൂടിയാണ് ചർച്ചകൾക്ക് ഔദ്യോഗിക തുടക്കമായത്. നിർണായക വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാവണമെന്ന് കെറി ഫലസ്തീൻ പ്രതിനിധികളോട് ആവശ്യപ്പെട്ടു. 3 വർഷത്തിന് ശേഷമാണ് ഫലസ്തീൻ ഇസ്രായേൽ ചർച്ചകൾ പുനരാരംഭിക്കുന്നത്. ജോൺ കെറിയുടെ നിരന്തര ശ്രമത്തിന്റെ ഫലമായാണ് ചർച്ചയ്ക്ക് ഇരു രാജ്യങ്ങളും സന്നദ്ധമായത്. ചർച്ചയിൽ പങ്കെടുക്കാനെത്തിയ ഇസ്രായേൽ നീതിന്യായ വകുപ്പ് മന്ത്രി സിപ്പി ലിവ്നിയും ഫലസ്തീൻ പ്രതിനിധി സയ്യിബ് ഇരേക്കത്തും കെറി ഒരുക്കിയ ഇഫ്താർ വിരുന്നിൽ പങ്കെടുത്തു. ചർച്ചകൾക്ക് അമേരിക്കൻ നയതന്ത്ര ദൂതനായി തിരഞ്ഞെടുക്കപ്പെട്ട മാർട്ടിൻ ഇൻഡിക്കും വിരുന്നിൽ പങ്കെടുത്തു. ഇരു രാജ്യത്തെയും പ്രതിനിധികളുമായി കെറി നേരത്തെ പ്രത്യേകം കൂടിക്കാഴ്ച നടത്തിയിരുന്നു. സമാധാനം പുലരാൻ നിർണായകമായ വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാവണമെന്ന് ഫലസ്തീൻ പ്രതിനിധികളോട് കെറി ആവശ്യപ്പെട്ടു. അതേസമയം ചർച്ചയുടെ അജണ്ട സംബന്ധിച്ച് ഇനിയും വ്യക്തത വന്നിട്ടില്ല. അതിർത്തി, സുരക്ഷ എന്നിവയ്ക്കാണ് ഇപ്പോൾ മുൻഗണനയെന്നാണ് ഫലസ്തീൻ സംഘം പറഞ്ഞത്. എന്നാൽ എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്യുമെന്ന് ഇസ്രായേൽ പ്രതിനിധികൾ അറിയിച്ചു. ചർച്ച ചൊവ്വാഴ്ചയും തുടരും. തങ്ങളുടെ താൽപര്യങ്ങൾ ബലികരിക്കപ്പെടുമെന്ന ആശങ്കയിൽ ഫലസ്തീനികൾ ചർച്ചയെ അംഗീകരിക്കുന്നില്ല. ഗസയിലും മറ്റ് ഫലസ്തീൻ നഗരങ്ങളിലും ഇന്നും ജനങ്ങൾ പ്രതിഷേധ റാലികൾ സംഘടിപ്പിച്ചു. ന്യൂസ് ഡെസ്ക് മീഡിയ 1. ഇസ്രായേലും പലസ്തീനും തമ്മിൽ 9 മാസത്തിനകം സമാധാന കരാറിലെത്താൻ ധാരണയായതായി അമേരിക്കൻ വിദേശകാര്യ സെക്രട്ടറി ജോൺ കെറി അറിയിച്ചു. വാഷിംഗ്ടണിൽ അമേരിക്കൻ മധ്യസ്ഥതയിൽ നടന്ന പലസ്തീൻ ഇസ്രായേൽ ചർച്ചകൾക്ക് ശേഷം നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് കെറി ഇക്കാര്യം അറിയിച്ചത്. ചർച്ചയിൽ ഇസ്രായേലിനെ പ്രതിനിധീകരിച്ച് ഇഷാഖ് മോൾച്ചോയും സിപ്പി ലിവിനിയും പങ്കെടുത്തു. സായിഖ് അരീക്കത്തും
മുഹമ്മദ് അഷ്തയുമാണ് ഫലസ്തീനെ ചർച്ചയിൽ പ്രതിനിധീകരിച്ചത്. അതേസമയം ഫലസ്തീന്റെ നിലപാടുകൾ ബലികഴിച്ചുള്ള ചർച്ചകൾക്കെതിരെ ഫലസ്തീനിൽ പ്രതിഷേധം നടക്കുന്നുണ്ട്. ഇതിനു മുമ്പ് 2010 ഇസ്രായേലും ഫലസ്തീനും തമ്മിൽ ചർച്ച നടന്നത്. തുനീഷ്യയിൽ തെരഞ്ഞെടുപ്പ് നടത്താൻ പ്രധാനമന്ത്രി തീരുമാനിച്ചു. ഈ വർഷം ഡിസംബർ 17 തെരഞ്ഞെടുപ്പ്. ഡിസംബർ 17 തുനീഷ്യയെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകതയുള്ള ദിവസമാണ്. പച്ചക്കറി കച്ചവടക്കാരനായ ബുവാസിസി ആത്മാഹുതി ചെയ്ത ദിവസമാണെന്ന്. ബുവാസിസിയുടെ ആത്മാഹുതിയോടെ ഉടലെടുത്ത സംഘർഷം ഏകാധിപതിയായ സൈനുലാബിദിന്റെ പതനത്തിലാണ് അവസാനിച്ചത്. മുല്ലപ്പൂ വിപ്ലവം എന്ന പേരിൽ ചരിത്രത്തിൽ ഇടം നേടിയ വിപ്ലവം മധ്യേഷ്യയിലാകെ വലിയ മാറ്റങ്ങൾക്ക് നിമിത്തമായി. അതുകൊണ്ട് തന്നെ 17 പൊതുതെരഞ്ഞെടുപ്പ് പുതിയ അധ്യായമാകുമെന്ന് തുനീഷ്യൻ ജനത പ്രത്യാശിക്കുന്നു. തെരഞ്ഞെടുക്കപ്പെട്ട പുതിയ സർക്കാർ അധികാരമേൽക്കുന്നതുവരെ നിലവിലെ താൽക്കാലിക സർക്കാർ തുടരുമെന്നും പ്രധാനമന്ത്രി അറിയിച്ചു. في آخر هذه السنة والمقترح عندنا هو يوم 17 ديسمبر. പ്രതിപക്ഷ നേതാവ് മുഹമ്മദ് ബ്രാമിയുടെയും മുൻ പ്രതിപക്ഷ നേതാവ് ഷുക്രി ബിലായിദിന്റെയും കൊലപാതകത്തോടെ നിലവിലെ ഭരണകക്ഷിയായ അന്നഹദക്കെതിരെ വൻ പ്രതിഷേധങ്ങൾ ഉയരുന്ന സാഹചര്യത്തിലാണ് പ്രധാനമന്ത്രിയുടെ പ്രഖ്യാപനം. സ്വതന്ത്രവും സുതാര്യവുമായ തെരഞ്ഞെടുപ്പാണ് തങ്ങൾ ലക്ഷ്യം വെക്കുന്നതെന്നും തെരഞ്ഞെടുപ്പിൽ അന്താരാഷ്ട്ര നിരീക്ഷണം സ്വാഗതം ചെയ്യുന്നുവെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് മീഡിയ 1. തുനീഷ്യയിൽ ആയുധധാരി 8 പട്ടാളക്കാരെ വധിച്ചു. 10 വർഷത്തിനിടെ സുരക്ഷാ സൈന്യത്തിനു നേരെയുണ്ടായ ഏറ്റവും വലിയ ആക്രമണമാണിത്. പ്രതിപക്ഷ നേതാവ് മുഹമ്മദ് ബ്രാമിയുടെ കൊലപാതകത്തോടെ കലുഷിതമായ തുനീഷ്യയിൽ പട്ടാളക്കാർക്ക് നേരെ ഇപ്പോഴുണ്ടായ ആക്രമണം ഭരണകൂടത്തിന് കനത്ത തിരിച്ചടിയായിരിക്കുകയാണ്. പ്രസിഡന്റ് മുൻസിഫ് മർസൂഖി ഭീകരാക്രമണമെന്നാണ് സംഭവത്തെ വിശേഷിപ്പിച്ചത്. രാജ്യത്ത് 3 ദിവസത്തെ ദുഃഖാചരണം പ്രഖ്യാപിച്ചു. ദുഃഖാചരണത്തിന്റെ ഭാഗമായി ദേശീയ മാധ്യമങ്ങൾ പരിപാടികൾ നിർത്തിവെച്ച് കൊല്ലപ്പെട്ട പട്ടാളക്കാരുടെ ചിത്രങ്ങളും മുറിവേറ്റവരുടെ ദൃശ്യങ്ങളും സംപ്രേഷണം ചെയ്തു. ഇതിന് ദേശീയ ഗാനത്തിന്റെയും ഖുർആൻ സൂക്തങ്ങളുടെയും പശ്ചാത്തലവും നൽകി. പട്ടാളക്കാർ കൊല്ലപ്പെട്ടയിടത്ത് സർക്കാർ വിരുദ്ധ മുദ്രാവാക്യങ്ങളോടെ പ്രതിഷേധ പ്രകടനങ്ങൾ നടന്നു. സർക്കാർ രാജിവെക്കണമെന്നാണ് ഇവരുടെ ആവശ്യം. ന്യൂസ് ഡെസ്ക് മീഡിയ 1. കുവൈറ്റ് സ്പീക്കർ സ്ഥാനത്തേക്ക് ത്രികോണ മത്സരത്തിന് സാധ്യത. മുൻ സ്പീക്കർ അലി അൽ റാഷിദും സലഫി ആശയഗതിക്കാരനായ അലി അൽ ഉമേറും സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചു. മന്ത്രിമാരെ നിശ്ചയിക്കാൻ ചർച്ച തുടരുകയാണ്. പാർലമെന്റ് അധ്യക്ഷ സ്ഥാനത്തേക്ക് 2 പേരാണ് ഇതുവരെ മുന്നോട്ട് വന്നത്. മുൻ സ്പീക്കറും സർക്കാർ അനുകൂലിയുമായ അലി അൽ റാഷിദ്, സലഫി ചിന്താഗതിക്കാരനായ അലി അൽ ഉമേർ എന്നിവരാണ് സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചത്. മിതവാദിയായ മർസൂഖ് അൽ ഖാനിമും മത്സരരംഗത്തെത്തുമെന്ന് റിപ്പോർട്ടുകളുണ്ട്. ഇതോടെ സ്പീക്കർ തെരഞ്ഞെടുപ്പിൽ ത്രികോണ മത്സരം ഉണ്ടാകുവാനുള്ള സാധ്യതയാണ് തെളിയുന്നത്. ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനത്തേക്ക് 3 പേരാണ് മത്സരരംഗത്തുള്ളത്. പാർലമെന്റ് നിരീക്ഷക സ്ഥാനത്തേക്ക് മത്സരിക്കുമെന്ന് വനിതാ MP-യായ സഫ അൽ ഹാഷിമും പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതേസമയം തെരഞ്ഞെടുക്കപ്പെട്ട പാർലമെന്റിന്റെ പ്രഥമ സമ്മേളനത്തിന് ഒരാഴ്ച മാത്രം ശേഷിക്കെ മന്ത്രിമാരെ നിശ്ചയിക്കാനുള്ള ചർച്ചകളും കൂടിയാലോചനകളും ഉന്നത തലങ്ങളിൽ തുടരുകയാണ്. ഇന്ന് കാലത്ത് അമീറും പ്രധാനമന്ത്രിയും സൈഫ് പാലസിൽ ഇത് സംബന്ധിച്ച് കൂടിക്കാഴ്ച നടത്തി. ഷേഖ് മുബാറക് അൽ സബാഹിന് കീഴിൽ കഴിഞ്ഞ മന്ത്രിസഭയിൽ ഉണ്ടായിരുന്ന മന്ത്രിമാരിൽ പലരും പുതിയ സഭയിലും ഉണ്ടാകുമെന്നാണ് പറയപ്പെടുന്നത്. പഴയ മന്ത്രിമാരിൽ തൊഴിൽ സാമൂഹ്യക്ഷേമ മന്ത്രി ദിക്ര അൽ റഷീദി, ആരോഗ്യമന്ത്രി മുഹമ്മദ് അൽ ഹൈഫി എന്നിവരെ പുറത്തു നിർത്തിയാകും പുതിയ മന്ത്രിസഭ എന്നും സൂചനയുണ്ട്. കഴിഞ്ഞ സർക്കാരിന് ഏറെ തലവേദന സൃഷ്ടിച്ച ദോക് കെമിക്കൽ വിവാദത്തിന്റെ പേരിൽ രാജിവെക്കേണ്ടി വന്ന പെട്രോളിയം മന്ത്രി ഹാനി ഹസനും ഇത്തവണ സാധ്യത കുറവാണ് എന്നാണ് വാർത്തകൾ സൂചിപ്പിക്കുന്നത്. മീഡിയ 1 കുവൈത്ത്. അനധികൃത തീർത്ഥാടകരെ തടയാൻ മക്കയിൽ ഗേറ്റ് വരുന്നു. മതിയായ രേഖകളില്ലാതെ ഹജ്ജിന് മക്കയിലെത്തുന്നത് തടയാൻ മക്ക പ്രവേശന കവാടങ്ങൾക്കടുത്ത് ഇലക്ട്രോണിക് കവാടങ്ങൾ സ്ഥാപിക്കാൻ അനുമതി ലഭിച്ചതായി അധികൃതർ അറിയിച്ചു. 7 കവാടങ്ങൾ സ്ഥാപിക്കാനാണ് പദ്ധതി. തീർത്ഥാടകരുമായി എത്തുന്ന വാഹനങ്ങൾക്ക് പ്രത്യേക സ്മാർട്ട് ചിപ്പുകളും തീർത്ഥാടകർക്ക് സ്മാർട്ട് കൈവളകളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. മത്സ്യബന്ധനത്തിനും ഉല്ലാസയാത്രകൾക്കുമായി കടലിൽ പോകുന്നവർക്ക് കർശന സുരക്ഷാ നിർദ്ദേശങ്ങൾ അടങ്ങുന്ന പുതിയ കോസ്റ്റ് ഗാർഡ് നിയമം ഉടൻ നടപ്പിലാക്കുമെന്ന് കോസ്റ്റ് ബോർഡേഴ്സ് ഡയറക്ടർ പറഞ്ഞു. കടലിൽ പോകുന്നവർ സുരക്ഷാ നിർദ്ദേശങ്ങൾ കർശനമായി പാലിച്ചിരിക്കണമെന്നും നിയമത്തെക്കുറിച്ചുള്ള അജ്ഞത ന്യായീകരണമാകില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സുരക്ഷിതമായ ജലയാത്ര സാധ്യമാകുന്നതിന്റെ ഭാഗമായി കൂടുതൽ ശക്തവും ഭദ്രവുമായ നിയമം ഉടൻ പ്രാബല്യത്തിൽ വരുമെന്ന് ബ്രിഗേഡിയർ അലി അഹമ്മദ് സെയ്ഫ് അൽ ബദീദ പറഞ്ഞു. റാസ് അബുദിലെ കോസ്റ്റ് ആൻഡ് ബോർഡേഴ്സ് സെക്യൂരിറ്റി ഡിപ്പാർട്ട്മെന്റ് ആസ്ഥാനത്ത് മാധ്യമപ്രവർത്തകരുമായി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കോർണിഷിൽ സ്പീഡ് ബോട്ടും മറ്റും നിയന്ത്രണമില്ലാതെ ഓടിക്കുന്നത് തടയുന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പുതിയ നിയമത്തിലുണ്ടാകുമെന്നും അദ്ദേഹം അറിയിച്ചു. മത്സ്യബന്ധന ബോട്ടുകൾക്ക് പുറമെ ഉല്ലാസ നൗകകൾ, സ്പീഡ് ബോട്ടുകൾ തുടങ്ങിയവയ്ക്കെല്ലാം കോസ്റ്റ് ഗാർഡ് ലൈസൻസ് നിർബന്ധമാക്കുന്നതായിരിക്കും പുതിയ നിയമം. വാഹനങ്ങൾക്ക് പുറമെ അത് ഉപയോഗിക്കുന്നവർക്കും ലൈസൻസ് ഏർപ്പെടുത്തും. ഡ്രൈവിംഗ് പരിശീലനവും പരിശോധനയും കഴിഞ്ഞതിന് ശേഷമായിരിക്കും ലൈസൻസ് നൽകുകയെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. കടലിൽ രക്ഷാപ്രവർത്തനം നടത്താൻ 24 മണിക്കൂറും പ്രവർത്തന സജ്ജമായ തീരസംരക്ഷണ സേനയുടെ സേവനം ലഭ്യമാണ്.
അപകടം സംഭവിക്കുമ്പോൾ 999 എന്ന നമ്പറിലേക്ക് വിളിക്കുന്ന പക്ഷം ഉടനടി സഹായവുമായി രക്ഷാപ്രവർത്തകരെത്തുമെന്നും അൽബദീദ വ്യക്തമാക്കി. അധികൃതർ നിർദ്ദേശം നൽകിയ സ്ഥലങ്ങൾ മാത്രമേ നീന്തലും ഉല്ലാസയാത്രയും പാടുള്ളൂവെന്നും ലൈഫ് ജാക്കറ്റ് ഉൾപ്പെടെയുള്ള അടിസ്ഥാന സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കണമെന്നും അദ്ദേഹം നിർദ്ദേശിച്ചു. നിയമലംഘനം പിടിക്കപ്പെടുമ്പോൾ അറിവില്ലായ്മ മൂലമാണെന്ന കാരണം ഇനി മുതൽ അംഗീകരിക്കപ്പെടില്ലെന്നും അത്തരക്കാർക്കെതിരെ നിയമ നടപടികളുമായി തന്നെ മുന്നോട്ടു പോകുമെന്നും അദ്ദേഹം അറിയിച്ചു. റമീസ് ചാത്തിയറ, മീഡിയ 1.